ഹായ് ഹലോ നമസ്കാരം. സഹകാരി റൈസ് പ്ലസിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് വാർത്തകളിലെ മലയാളി സാഹിത്യം, അതായത് നമ്മുടെ 2023-24 വർഷത്തിൽ വാർത്തകളിൽ ഇടം പിടിച്ച പ്രധാനപ്പെട്ട മലയാളികൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും അധികം ഭാഷകളിൽ പാടിയതിനുള്ള ഗിന്നസ് റെക്കോർഡ് നേടിയ മലയാളി ഗായികയാണ് സുജേത സതീഷ്. ആരാണ്? സുജേത. നമ്മുടെ സുജേത സതീഷ് ആണ് ഏറ്റവും അധികം ഭാഷകളിൽ പാടിയതിനുള്ള ഗിന്നസ് റെക്കോർഡ് നേടിയ മലയാളി ഗായിക. സുജാതയൊക്കെ കാണും. സുജാത എന്നും കയറി കറുപ്പിച്ച് കളയരുത്. സുജാതയല്ല, സുജേതയാണ്. സുജേത സതീഷ്. അപ്പോൾ ആ പേരുമായി കണക്ട് ചെയ്ത് പഠിക്കാം. നമുക്ക് ഗായിക സുജാതയെ അറിയാവുന്നതാണ്. അപ്പൊ ആ പേരുമായി ബന്ധപ്പെട്ട ഒരാളാണ് ഗിന്നസ് റെക്കോർഡ് നേടിയതെന്ന് ഓർത്താൽ മതി. സുജേതയാണ്. സുജേത ധനീഷ്. സുജേതയാണ്. സുജേത സതീഷ്. മലയാളമടക്കം 39 ഇന്ത്യൻ ഭാഷകളിലും 101 ലോക ഭാഷകളിലും, അപ്പോൾ മലയാളത്തിൽ മാത്രമല്ല, മലയാളമടക്കം 39 ഇന്ത്യൻ ഭാഷകളിലും 101 ലോക ഭാഷകളിലുമായി 140 ഭാഷകളിൽ, എത്ര ഭാഷകളിലാണ്? 140 ഭാഷകളിലാണ് സുജേത സതീഷ് പാട്ടുപാടി ഗിന്നസ് റെക്കോർഡ് നേടിയത്. കണ്ണൂർ സ്വദേശിയാണ് സുജേത സതീഷ് എന്നുകൂടി ഓർത്തിരിക്കുക. അപ്പോൾ ആകെ എത്ര ഭാഷകളിലാണ്? 140 ഭാഷകളിലാണ് സുജേത പാട്ട് പാടിയത്. അപ്പോൾ ഏറ്റവും അധികം ഭാഷകളിൽ പാടിയതിനുള്ള ഗിന്നസ് റെക്കോർഡ് നേടിയ മലയാളി ഗായികയാണ് സുജേത സതീഷ്. യുണിസെഫിന്റെ യൂത്ത് കണ്ടന്റ് ക്രിയേറ്ററായി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക വിദ്യാർത്ഥിയാണ് ആര്? ഉമ എസ്. അപ്പോൾ കേരളത്തിൽ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഫോണൊക്കെ എടുത്താൽ കാണാം, ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ യുണിസെഫ് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ഏക വിദ്യാർത്ഥിയാണ് ആര്? ഉമ എസ്. ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കേരളത്തിലെ സ്കൂളുകളിൽ ഫിംഗർ ഡാൻസ്, എന്താണ് ഫിംഗർ ഡാൻസ് കലാരൂപം അവതരിപ്പിക്കാൻ മുൻകൈയെടുത്ത നടനാണ് ദുൽഖർ സൽമാൻ. അപ്പൊ ദുൽഖർ സൽമാനുമായി ബന്ധപ്പെട്ട് വളരെ നല്ലൊരു പോയിന്റ് ഉണ്ട്. എന്താണത്? ഫിംഗർ ഡാൻസ്. എന്താണ് ഫിംഗർ ഡാൻസ്? ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കേരളത്തിലെ സ്കൂളുകളിൽ ഫിംഗർ ഡാൻസ് എന്ന കലാരൂപം അവതരിപ്പിക്കാൻ മുൻകൈയെടുത്ത നടനാണ് ദുൽഖർ സൽമാൻ. IMAയുടെ മികച്ച പൊതുജന സേവനത്തിനുള്ള ദേശീയ അവാർഡിന് അർഹനായത് ഡോക്ടർ കെ വേണുഗോപാലാണ്. നമ്മുടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ചീഫ് കൺസൾട്ടന്റ് ആണ് ഡോക്ടർ കെ വേണുഗോപാൽ. ഡോക്ടർ കെ വേണുഗോപാലിനാണ് IMAയുടെ മികച്ച പൊതുജന സേവനത്തിനുള്ള ദേശീയ അവാർഡ് അടുത്തിടെ ലഭിച്ചത്. അപ്പോൾ ആർക്കാണ്? ഡോക്ടർ കെ വേണുഗോപാലിനാണ്. എന്താണ് ലഭിച്ചത്? ഒരു ഡോക്ടർ അല്ലേ? അപ്പൊ ഡോക്ടറിന് ഒരു പൊതുജന സേവനത്തിനുള്ള ദേശീയ അവാർഡാണ്. IMAയുടെ മികച്ച പൊതുജന സേവനത്തിനുള്ള ദേശീയ അവാർഡിന് അർഹനായ വ്യക്തിയാണ് ഡോക്ടർ കെ വേണുഗോപാൽ. കേരള കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ഓണററി ഡയറക്ടറേറ്റ് നേടിയത് PT ഉഷ. അപ്പൊ PT ഉഷയ്ക്ക് എന്താണ് കിട്ടിയത്? കേരള കേന്ദ്ര സർവകലാശാലയുടെ ആദ്യത്തെ ഓണററി ഡോക്ടറേറ്റ്. ആദ്യമായി ഓണററി ബഹുമാനാർത്ഥം ഒരു ഡോക്ടറേറ്റ് നൽകിയിരിക്കുകയാണ് PT ഉഷയ്ക്ക്. ആരാണ് നൽകിയത്? കേരള കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ഓണററി ഡോക്ടറേറ്റ് നേടിയത് PT ഉഷ. 2023 ഒക്ടോബറിൽ അന്തരിച്ച 96-ാം വയസ്സിൽ സാക്ഷരതാ പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയയായ വ്യക്തിയാണ് കാർത്യായനി അമ്മ. നമ്മൾ റിപ്പബ്ലിക് ഡേ പരേഡൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞായിരുന്നു, കേരളത്തിന്റെ നാരീശക്തിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കാർത്യായനി അമ്മയുടെ പേര് പറഞ്ഞായിരുന്നു. എന്തായിരുന്നു കാർത്യായനി അമ്മയുടെ പ്രത്യേകത? 96-ാം വയസ്സിൽ സാക്ഷരതാ പരീക്ഷയിൽ 1ാം റാങ്ക് നേടി. 96-ാം വയസ്സിൽ സാക്ഷരതാ പരീക്ഷയിൽ 1ാം റാങ്ക് നേടി രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയയായ വ്യക്തിയാണ് കാർത്യായനി അമ്മ. 2023 ഒക്ടോബറിൽ അന്തരിച്ചു. ഫോബ്സ് മാഗസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മലയാളിയാണ് MA യൂസഫ് അലി. നമുക്ക് ഈ ചോദ്യം ഒരിക്കലും തെറ്റില്ല. നമുക്ക് യൂസഫ് അലിയെ മാത്രമാണ് അറിയാവുന്നത്. അപ്പൊ നമ്മുടെ യൂസഫ് അലി തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ. അഗ്നിപർവ്വതമായ ചിലിയിലെ ഓഗോസ് സെൽ സലാദോ. ഏതാണ്? അഗ്നിപർവ്വതമായ ചിലിയിലെ ഓഗോസ്
ദൽ സലാദോ കീഴടക്കിയ ആദ്യ മലയാളിയാണ് ഷെയ്ഖ് ഹസൻ ഖാൻ. ആരാണ്? ഷെയ്ഖ് ഹസൻ ഖാൻ. എന്താണ് പ്രത്യേകത? അഗ്നിപർവ്വതമായ ഓഗസ് ദൽ സലാദോ. എവിടെയാണ് ഓഗസ് ദൽ സലാദോ? ചിലിയിലാണ്. ചിലിയിലെ ഓഗസ് ദൽ സലാദോ കീഴടക്കിയ ആദ്യ മലയാളിയാണ് ഷെയ്ഖ് ഹസൻ ഖാൻ. ഇത് മാത്രമല്ല, ഷെയ്ഖ് ഹസൻ ഖാന്റെ പ്രത്യേകത അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് മൗണ്ട് വിൻസൺ കൊടുമുടി. അത് കീഴടക്കുന്ന ആദ്യ മലയാളിയും ആര് തന്നെയാണ്? ഷെയ്ഖ് ഹസൻ ഖാൻ തന്നെയാണ്. അപ്പൊ നമ്മുടെ അന്റാർട്ടിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് ഹസൻ കൊടുമുടി കീഴടക്കുന്ന ആദ്യ മലയാളി കൂടിയാണ് ഷെയ്ഖ് ഹസൻ ഖാൻ. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഷെയ്ഖ് ഹസൻ ഖാൻ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത് 2022 മെയ് 15-നാണ്. ചില്ലറക്കാരിയല്ല. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഷെയ്ഖ് ഹസൻ എവറസ്റ്റും കീഴടക്കിയിരിക്കുകയാണ്. അതൊരു സ്മരണാർത്ഥമാണ്. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഷെയ്ഖ് ഹസൻ ഖാൻ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത്. അതെന്നായിരുന്നു? 2022 മെയ് 15. കേരളത്തിൽ സ്വന്തമായി നെല്ല് വിത്ത് വികസിപ്പിച്ച ഒരു കർഷകൻ ഉണ്ടായിരിക്കുന്നു. ആരാണ് അദ്ദേഹം? സി ശശിധരനാണ്. സി ശശിധരൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ആ നെല്ല് ഏതാണ്? ഗോപികയാണ് ആ നെല്ലിനം. കേരളത്തിൽ സ്വന്തമായി നെല്ല് വിത്ത് വികസിപ്പിച്ച കർഷകനാണ് സി ശശിധരൻ. അപ്പോ ഗോപിക ഏത് ധാന്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്? നെല്ലാണ്. സി ശശിധരൻ എന്ന ഒരു സാധാരണക്കാരൻ സ്വന്തമായിട്ട് ഒരു നെല്ല് വിത്ത്, ഒരു കർഷകൻ സ്വന്തമായിട്ടൊരു നെല്ല് വിത്ത് വികസിപ്പിച്ചിരിക്കുന്നു. ആ നെല്ല് വിത്തിന്റെ പേരാണ് ഗോപിക. വേനൽക്കാലത്ത് പക്ഷി മൃഗാദികൾക്ക് വെള്ളം നൽകുന്നതിനായി ജീവജാലത്തിന് ഒരു മൺകുടം. എന്താണ്? ജീവജാലത്തിന് ഒരു മൺപാത്രം പദ്ധതി ആരംഭിച്ച വ്യക്തിയാണ് മുപ്പത്തടം നാരായണൻ. എന്തായിരുന്നു ആ പദ്ധതി? ജീവജാലത്തിന് ഒരു മൺപാത്രം. അപ്പോൾ നമ്മൾ വേനലൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും വീടിന്റെ മുറ്റത്തോ അല്ലെങ്കിൽ ടെറസിലോ ഒക്കെ ചെറിയ പാത്രങ്ങളിലൊക്കെ വെള്ളം വെക്കാറുണ്ട്. എല്ലാവരും വെക്കാറുണ്ട്. അതായത് പറന്നു പോകുന്ന പക്ഷികൾ അടുത്തൊന്നും ചെറിയ തടാകമോ ഒന്നും ജലാശയം ഒന്നും കണ്ടില്ലെങ്കിൽ ദാഹിച്ച് വലയേണ്ട എന്നുള്ള രീതിയിൽ ഒട്ടുമിക്ക പേരും വീടിന്റെ ടെറസിലൊക്കെ വെള്ളം വെക്കാറുണ്ട്. അങ്ങനെ ഒരു മുപ്പത്തടം സ്വദേശി മുപ്പത്തടം നാരായണൻ അതിനൊരു പദ്ധതി തന്നെ കൊണ്ടുവന്നു. വേനൽക്കാലത്ത് പക്ഷി മൃഗാദികൾക്ക് വെള്ളം നൽകുന്നതിനായി ജീവജാലത്തിന് ഒരു മൺപാത്രം എന്ന പദ്ധതി കൊണ്ടുവന്ന വ്യക്തിയാണ് മുപ്പത്തടം നാരായണൻ. ആരാണ്? മുപ്പത്തടം നാരായണൻ. നമ്മൾ തടത്തിലൊക്കെയാണ് വെള്ളം വെക്കുക എന്ന് ഓർത്താൽ മതി. മുപ്പത്തടം നാരായണൻ. പദ്ധതി ഏതാണ്? ജീവജാലത്തിന് ഒരു മൺപാത്രം. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പരിപാടിയിൽ മുപ്പത്തടം നാരായണൻ പ്രശംസയ്ക്ക് അർഹനായി. അപ്പോൾ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പരിപാടിയിൽ നമ്മുടെ മുപ്പത്തടം നാരായണൻ പ്രശംസയ്ക്ക് അർഹനായിരിക്കുകയാണ്. അടുത്തിടെ അന്തരിച്ച നമ്മുടെ മലയാള കവയത്രിയാണ് സുഗതകുമാരി. സുഗതകുമാരിയുടെ 90ാം ജന്മവാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ആവിഷ്കരിച്ച ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ഏത്? സുഗനവതി. ഏതാണ്? സുഗനവതി. പേര് മറക്കരുത്. സുഗതവതി എന്നൊക്കെ കാണുമല്ല, സുഗനവതിയാണ്. സുഗനവതി. എന്താണ് സുഗനവതി? സുഗതകുമാരിയുടെ 90ാം ജന്മവാർഷികത്തിന്റെ ആഘോഷമായി, സുഗതകുമാരിയുടെ 90ാം ജന്മവാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ആവിഷ്കരിച്ച ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് സുഗനവതി. അപ്പോൾ സുഗതകുമാരിയുടെ പേരിൽ സുഗതവനം എന്ന പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടതല്ല. സുഗതകുമാരി അന്തരിച്ച സമയത്ത് നടത്തിയ ഒരു പദ്ധതിയാണ്. അന്തരിച്ച മലയാള കവയത്രി സുഗതകുമാരിയുടെ പേരിൽ എന്താണ്? സുഗതവനം എന്ന പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. സുഗതകുമാരിയുടെ സ്മരണാർത്ഥം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാനത്ത് നിലവിൽ വന്ന QR കോഡ് അധിഷ്ഠിത ശലഭോദ്യാനം. എന്തധിഷ്ഠിത? QR കോഡൊക്കെ ഉള്ള ഒരു ശലഭോദ്യാനം നമ്മുടെ കേരള PSCയുടെ കോമ്പൗണ്ടിൽ ഉണ്ടായിരിക്കുകയാണ്. അത് ആരുടെ സ്മരണാർത്ഥമാണ്? സുഗതകുമാരിയുടെ സ്മരണാർത്ഥമാണ്. അതിന്റെ പേരാണ് സുഗതം. എന്താണത്? സുഗതം. കവയിത്രി സുഗതകുമാരി ടീച്ചറുടെ സ്മരണാർത്ഥം സുഗതം എന്ന പേരിൽ
സ്ത്രീ സൗഹൃദ പാർക്ക്. അപ്പം സുഗതം നമ്മുടെ ഒരു QR കോഡ് അധിഷ്ഠിത ശലഭോദ്യാനം PSCയുടെ ആസ്ഥാന മന്ദിരത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സുഗതം എന്ന പേരിൽ മറ്റൊന്നുകൂടിയുണ്ട്, ഒരു സ്ത്രീ സൗഹൃദ പാർക്കാണ്. അതെവിടെയാണ് വരുന്നത്? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് സുഗതകുമാരിയുടെ ഓർമ്മയ്ക്ക് സുഗതം എന്ന പേരിൽ ഒരു സ്ത്രീ സൗഹൃദ പാർക്ക് നിലവിൽ വരുന്നുണ്ട്. എവിടെയാണ്? തിരുവനന്തപുരത്ത്. സുഗതകുമാരിയുടെ ജന്മഗൃഹം വാഴുവേലിൽ തറവാട്, പത്തനംതിട്ട ജില്ലയിലെ വാഴുവേലിൽ തറവാടാണ് സുഗതകുമാരിയുടെ ജന്മസ്ഥലം എന്നും കൂടി ഓർത്തിരിക്കുക. മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി സ്റ്റാമ്പ് പുറത്തിറക്കിയ പാർലമെന്റ്, ഓസ്ട്രേലിയൻ പാർലമെന്റ്. അപ്പോൾ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മുടെ സിനിമാ നടൻ മമ്മൂട്ടിയോട് ആരാധനയുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വളരെ നല്ലൊരു കാര്യമാണ്. മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി ഒരു രാജ്യത്തിന്റെ പാർലമെന്റ് എന്തിറക്കിയിരിക്കുന്നു? ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയിരിക്കുകയാണ്. ഏത് രാജ്യത്തിന്റെ പാർലമെന്റ് ആയിരുന്നു അത്? ഓസ്ട്രേലിയൻ പാർലമെന്റ് നമ്മുടെ സിനിമാ നടൻ മമ്മൂട്ടിയുള്ള ആദരസൂചകമായിട്ട് ഒരു സ്റ്റാമ്പ് പുറത്തിറക്കി. അപ്പൊ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി ഓസ്ട്രേലിയൻ പാർലമെന്റ് സ്റ്റാമ്പ് പുറത്തിറക്കി. നമ്മൾ ദുൽഖർ സൽമാനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കുറച്ചു മുന്നേ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു ദുൽഖർ സൽമാനുമായി ബന്ധപ്പെട്ടത്? ഒരു ഡാൻസ് ആയിരുന്നു. എന്ത് ഡാൻസ് ആണ്? ഫിംഗർ ഡാൻസ്. ആർക്ക് വേണ്ടിയിട്ടാണ്? ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി, അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സ്കൂളുകളിൽ ആരംഭിച്ച പദ്ധതിയാണ് ഫിംഗർ ഡാൻസ്. ഫിംഗർ ഡാൻസിന് നേതൃത്വം നൽകുന്നത് ആരാണ്? ദുൽഖർ സൽമാനാണ്. അപ്പോൾ ഇതെന്താണ്? മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട എന്താണ്? ഓസ്ട്രേലിയൻ പാർലമെന്റ് സ്റ്റാമ്പ് പുറത്തിറക്കിയിരിക്കുന്നു. ആരോടുള്ള ആദരസൂചകമായി? മമ്മൂട്ടിയോടുള്ള. 2023 ഡിസംബറിൽ വിരമിച്ച മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡറാണ് ഹേമലത. നമ്മൾ ന്യൂസ് കണ്ട കാലം തൊട്ടേ കാണുന്നതാണ്. നമ്മളല്ല, നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ ന്യൂസ് കാണുന്ന സമയം തൊട്ടേ നമ്മൾ കാണുന്ന ഒരു ആളാണ് ഹേമലത. 2023 ഡിസംബറിൽ വിരമിച്ച മലയാളത്തിലെ ആദ്യത്തെ വനിതാ ന്യൂസ് റീഡറാണ് ഹേമലത. 2023 സർവീസിൽ നിന്നും വിരമിച്ച കേരളത്തിലെ ആദ്യ വനിതാ വിരലടയാള വിദഗ്ധയാണ് KR ശൈലജ. KK ശൈലജയല്ല, KR ശൈലജയാണ്. ആരാണ് KR ശൈലജ? 2023 സർവീസിൽ നിന്നും വിരമിച്ച കേരളത്തിലെ ആദ്യ വനിതാ വിരലടയാള വിദഗ്ധയാണ് KR ശൈലജ. നമ്മൾ KK ശൈലജയ്ക്ക് വോട്ട് ചെയ്തു എന്നല്ല. KK ശൈലജ നമ്മുടെ ആരോഗ്യമന്ത്രിയായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ അവരെ വോട്ട് ചെയ്താണ് തിരഞ്ഞെടുത്തത്. അതിനുവേണ്ടി നമ്മൾ വിരലാണ് കാണിച്ചത്. വിരലിലൊരു അടയാളമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെടുത്തി ഓർത്തിരിക്കുക. വിരലടയാള വിദഗ്ധ ആരാണ്? KR ശൈലജ. 2023 സർവീസിൽ നിന്ന് വിരമിച്ച കേരളത്തിലെ ആദ്യത്തെ വനിതാ വിരലടയാള വിദഗ്ധയാണ് ആര്? KR ശൈലജ. UN സമാധാന സേനയുടെ ഭാഗമാകുന്ന കേരള പോലീസിന്റെ ആദ്യ വനിതയാണ് K പ്രീത. ആരാണ്? K പ്രീത. UN സമാധാന സേനയുടെ ഭാഗമാകുന്ന കേരള പോലീസിന്റെ ആദ്യ വനിതയാണ് K പ്രീത. കലാപബാധിതമായ ദക്ഷിണ സുഡാനിൽ സമാധാന സേനാംഗമായാണ് K പ്രീതയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ എവിടെയാണ്? കലാപബാധിതമായ ദക്ഷിണ സുഡാനിലെ സമാധാന സേനാംഗമായിട്ടാണ് K പ്രീതയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആരാണ് K പ്രീത? UN സമാധാന സേനയുടെ ഭാഗമാകുന്ന കേരള പോലീസിന്റെ ആദ്യ വനിതയാണ് K പ്രീത. അപ്പോൾ ഇത്രയുമാണ് അടുത്തിടെ വാർത്തകളിൽ ഇടം പിടിച്ച മലയാള വ്യക്തിത്വങ്ങൾ. ഒന്നും തന്നെ മറന്നു പോകാതിരിക്കുക. ഓരോ പോയിന്റും വ്യക്തമായി തന്നെ ഓർത്തിരിക്കുക. മറന്നു പോകാതിരിക്കുക എന്നതിനോടൊപ്പം തന്നെ ഒന്നും തമ്മിൽ തിരിഞ്ഞു പോകരുത്. മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം. താങ്ക്